ഹായ് ഓൾ, ക്ലാസ് 12 മാത്തമാറ്റിക്സിൽ നമ്മൾ ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ ബോർഡ് എക്സാം തന്നെയാണ് 12th ബോർഡ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ചാപ്റ്റേഴ്സിനും. അപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ആ ഒരു ചാപ്റ്ററിലെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ഇസ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആൻഡ് കെ ഇസ് എനി സ്കെയിലാർ സച്ച് ദാറ്റ് ഡിറ്റർമിനന്റ് ഓഫ് കെ is equal to 64 in determinant of a ആണെങ്കിൽ then which are the following is the value of k എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആവശ്യം k യുടെ വാല്യൂ ആണ്. k എന്ന് പറയുന്നത് സ്കെലാർ മാത്രമാണ്, ഏത് നമ്പർ വേണമെങ്കിലും ആവാം. a എന്ന് പറയുന്നത് മെട്രിക്സ് ആണ്, n എന്ന് പറയുന്നത് മെട്രിക്സിന്റെ ഓർഡർ ആണ്. നിങ്ങൾക്കറിയാം സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡിറ്റർമിനന്റ് ഉണ്ടാവൂന്ന് മക്കൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവർക്കും പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് k is equal to k raised to n into determinant of a ആണ്. നമുക്കൊരു ഗിവൺ ആണ് ഡിറ്റർമിനന്റ് ഓഫ് കെ is equal to 64 into determinant of a ആണ്. നിങ്ങൾ പഠിച്ച പ്രോപ്പർട്ടിയും ഇവിടെ തന്നിരിക്കുന്ന സാധനം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. ലെഫ്റ്റ് സൈഡൊക്കെ എക്സാക്ട്ലി എന്താണ്, സിമിലർ ആണ്. റൈറ്റ് സൈഡ് ആണെങ്കിലും രണ്ട് സ്ഥലത്തും ഡിറ്റർമിനന്റ് ഓഫ് എ ഉണ്ട്. ആകെ മാറ്റമുള്ളത് ആർക്കാണ്? ഇവിടെ k raised to n ആണെങ്കിൽ ഇവിടെ 64 ഉണ്ട്. അത് മാത്രമേ മാറ്റുകയുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു, അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. അതായത് k raised to n is equal to എന്ത് കൊടുക്കാം, 64 എന്ന് കൊടുക്കാം. k raised to n 64 ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് മെട്രിക്സിന്റെ ഓർഡർ ഇവിടെ ഗിവൺ ആണ്, ഇറ്റ് ഇസ് 2. മെട്രിക്സിന്റെ ഓർഡർ 2 ആണെന്നുണ്ടെങ്കിൽ n എത്രയായിരിക്കും, 2 ആയിരിക്കും. ദാറ്റ് ഇസ് k സ്ക്വയർ ഈക്വൽ ടു 64 ആണ്. k സ്ക്വയർ 64 ആണെങ്കിൽ എന്താ k വരിക, k is equal to പ്ലസ് ഓർ മൈനസ് 8 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 64 ആണ് മക്കളെ, പ്ലസ് ഓർ മൈനസ് 8. പലരും വിചാരിക്കുന്ന കാര്യമാണ് മിസ് ആൻസർ വരിക 8 അല്ലേ ചോദിക്കാറുണ്ട്. ആലോചിക്കുക, റൂട്ട് 64 എന്ന് പറയുമ്പം അത് 8 മാത്രമല്ല മൈനസ് 8 വരും. ബിക്കോസ് 8 into 8 64 ആണ്, മൈനസ് 8 into മൈനസ് 8 64 ആണ്. പ്ലസ് ഓർ മൈനസ് 8 ആണ് കെയുടെ വാല്യൂ വരിക എന്നുണ്ടെങ്കിൽ പോലും മക്കൾ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് പ്ലസ് ഓർ മൈനസ് 8 കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ സി ആയിട്ടുള്ള 8 മാത്രം ചൂസ് ചെയ്യുന്നു. പക്ഷെ ഓപ്ഷനിൽ പ്ലസ് ഓർ മൈനസ് 8 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു വാല്യൂ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. പ്ലസ് 2 മാത്തമാറ്റിക്സിൽ നമുക്ക് ഏറ്റവും ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് മാത്രം പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ അല്ലെ. കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ അതിൽ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ പരിചയപ്പെടുവാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 is equal to ഡാഷ് ആണ്. ഓപ്ഷൻസ് ഗിവൺ ആണ്. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. കുറേ പ്രോപ്പർട്ടീസ് മക്കൾ പഠിക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടി എന്താ മതി, അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ടാൻ ഇൻവേഴ്സ് ഓഫ് √3 എന്താണെന്ന് ഫൈൻഡ് ചെയ്യാം. ടാൻ എപ്പോഴാണ് √3 ആവാൻ നോക്കിയാൽ പോലെ നമുക്ക് ടാൻ 5/6 1/√3 ആണ്, 5/4 1 ആണ്, ടാൻ 5/3 ആണ് എന്ത് വരിക, √3 എന്ന് വരിക. അപ്പോൾ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ആണെങ്കിലോ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 വേണം. പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കറിയാം സീക്കിന്റെ കൂടെ മൈനസ് വരുന്ന സമയത്ത് ഇസ് ഈക്വൽ ടു പൈ മൈനസ് എന്താണ്, സീക്ക് ഇൻവേഴ്സ് x ആണ്. ഇവിടെ x അല്ല 2 ആണ് വരിക. അപ്പോൾ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 2. സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 നമുക്ക് അറിയുന്നുണ്ടാവില്ല, കുറേ പേർക്ക് അറിയുന്നുണ്ടാവില്ല. സീക്ക് എന്ന് പറയുമ്പോൾ ആരുടെ റെസിപ്രോക്കൽ ആണ്, കോസിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 അറിയില്ലെങ്കിൽ കോസ് എപ്പോഴാണ് 1/2 ആവാൻ നോക്കുക, റെസിപ്രോക്കൽ എടുത്താൽ പോരെ. അപ്പോൾ കോസ് എപ്പോഴാണ് 1/2 ആവുക, കോസ് 5/3 ആണ് 1/2. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം സീക്ക് 5/3 ആണ് 2 എന്ന് വരിക. അപ്പോൾ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 പകരം നമുക്ക് എന്ത് കൊടുക്കാം, 5/3 കൊടുക്കാം. ഇവിടെ ആരുണ്ട്, പൈ ഉണ്ട്. ദാറ്റ് ഈസ് പൈ മൈനസ് 5/3 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π മൈനസ് പൈ ഡിവൈഡ് ബൈ 3 ആണ്, ഈസ് ഈക്വൽ ടു 2π/3 എന്ന് കിട്ടി. അപ്പോൾ രണ്ടാളെയും കിട്ടിക്കഴിഞ്ഞു. ടാൻസ് √3 കിട്ടിക്കഴിഞ്ഞു, സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 കിട്ടിക്കഴിഞ്ഞു. രണ്ടും അപ്ലൈ ചെയ്യുക. ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈസ് ഈക്വൽ ടു π/3 മൈനസ് 2π/3 ആണ്. രണ്ടിന് ഡിനോമിനേറ്റർ സെയിം ആണ്. ചുമ്മാ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്റർ കുറച്ചാൽ മതി. പൈ മൈനസ് 2π എന്ന് പറയുമ്പോൾ മൈനസ് പൈ ആണ്, അടിയിൽ 3 വരും. സോ ദ ആൻസർ വിൽ ബി -π/3. അപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ നമ്മൾ അഗ്നി ബാച്ചിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി മക്കൾ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് MCQ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് MCQ മാത്രമല്ല ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ പാറ്റേൺ പിടിച്ചുകൊണ്ട് NCERT ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഫുൾ മാർക്ക് എന്ന റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അഗ്നി ബാച്ചിൽ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും റെഡിയാണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡെയിലി ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, റെക്കോർഡ് ക്ലാസ്സുകളായിക്കോട്ടെ, ചാപ്റ്റർ വൈസ് എക്സാംസുകളായിക്കോട്ടെ, DPPകളായിക്കോട്ടെ, എല്ലാം അവിടെ റെഡിയാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അഗ്നി ബാച്ചിലേക്ക് ഇനിയും അഡ്മിഷൻ എടുക്കുക എന്നുള്ളത്. നിങ്ങൾ
ഇത്ര മാത്രം ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. താഴെ കാണുന്ന നമ്പറിൽ മക്കളെ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, അഗ്നി ബാച്ചിലേക്ക് വരിക. നമുക്ക് അവിടെ കാണാം. താങ്ക് യു.